ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ലഭിച്ച ഭാഗ്യകരമായ അവസരം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകൾ വളരെ തിരക്കേറിയ ആഴ്ചകളായിരുന്നു എനിക്ക്. ദൈവത്തിന്റെ കൃപയാൽ വീണ്ടും നിങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ ലഭിച്ച ഈ ഭാഗ്യകരമായ അവസരം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ യാത്രകളിലെല്ലാം ദൈവം കൂടെയിരുന്നു. ഇവിടെ വന്നതിന് ശേഷമുണ്ടായ ദീർഘമായ യാത്രകളിലെല്ലാം, തിരക്കേറിയ യാത്രകളിലെല്ലാം ദൈവത്തിന്റെ ഉള്ളംകരങ്ങളിൽ കർത്താവിനെ സൂക്ഷിച്ചു. വീണ്ടും നിങ്ങളുടെ ഇടയിൽ വന്ന് ഈ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിനെ ശക്തീകരിച്ചതോർത്ത് സ്തോത്രം. ഇന്ന് വളരെ ലളിതമായ ഒരു വിഷയം നമുക്ക് ചിന്തിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ 12-ാമത്തെ വാക്യം. 11-ാം വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ വാക്ക് അപ്പോസ്തലനായ പത്രോസിന്റെ വാക്കുകളാണിത്. ആത്മാവ് നിറഞ്ഞ് പത്രോസ് സംസാരിച്ച പ്രസിദ്ധമായ വാക്ക്. ഇതിലെ 11-ാമത്തെ വാക്യത്തിൽ വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ എന്ന് പറയുന്നിടത്ത് അവിടെ ഇവൻ എന്നുള്ളതിന് പകരം ചില ബൈബിൾ വേർഷനിൽ ദിസ് ജീസസ് ഈസ് ദ സ്റ്റോൺ എന്ന് തന്നെ യേശുവിന്റെ പേരെടുത്താണ് പറയുന്നത്. ദിസ് ജീസസ് ഈസ് ദ സ്റ്റോൺ. ഇവൻ തന്നെ മൂലക്കല്ലെന്നല്ല. നമ്മൾ സാധാരണ വായിക്കുന്ന വേർഷൻ അനുസരിച്ച് ദിസ് ഈസ് ദ സ്റ്റോൺ വിച്ച് വാസ് റിജക്റ്റഡ് ബൈ യു എന്നാണ്. ദിസ് ഈസ് ദ സ്റ്റോൺ വിച്ച് വാസ് റിജക്റ്റഡ് ബൈ യു ബിൽഡേഴ്സ്. എന്നാൽ ഈ പുതിയ വേർഷനിൽ ദിസ് ജീസസ് ഈസ് ദ സ്റ്റോൺ എന്ന് തന്നെ യേശുവിന്റെ നാമം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആ പുതിയ വേർഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പൊ കുറെ കൂടെ വ്യക്തമായി യേശു കർത്താവിനെ അവിടെ അവതരിപ്പിച്ചു. രണ്ടാമത് അവിടെ പറയുന്ന മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. നാമം, നെയിം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ഹ്രസ്വമായ ചിന്തയ്ക്ക് വിഷയീഭവിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്ന വിഷയം. നമുക്കറിയാം, അബ്രഹാമിന്റെ വിശ്വാസ ജീവിതം ആരംഭിക്കുന്ന കാലം മുതലാണ് യഹോവയായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധം അബ്രഹാമിലും തുടർന്നുള്ള അബ്രഹാമിന്റെ സന്തതി പരമ്പരകളിലും ഉണ്ടാവുന്നത്. നമുക്കറിയാവുന്നതുപോലെ അബ്രഹാം ഒരു ബഹുദൈവ വിശ്വാസി ആയിരുന്നു. മെസൊപ്പൊത്താമിയയിലെ അനേക ദേവന്മാരുണ്ടായിരുന്നു, അനേക ദേവന്മാർ. അന്ന് ഈ പാന്തീസത്തിന്റെ കാലമാണ്. പ്രകൃതിയെ ആരാധിക്കുന്ന ഒരു കാലഘട്ടം. പ്രകൃതിയിലെല്ലാം ദേവീ ദേവന്മാരെ ജനങ്ങൾ കണ്ട ഒരു കാലഘട്ടമാണത്. കാറ്റിലും കടലിലും ആകാശത്തിലും എന്തിനെ മരങ്ങളിലും ഒക്കെ ദൈവത്തെ കണ്ട, അദൃശ്യമായ ഒരു ശക്തിയെ കണ്ട ഒരു ചരിത്രമാണ് ദൈവത്തെക്കുറിച്ചുള്ള ചരിത്രത്തിൽ നാം വായിക്കുന്നത്. എന്നാൽ ഒരു ബഹുദൈവ വിശ്വാസിയായിരുന്ന പിതാവിന്റെ മകനായ അബ്രഹാം, അദ്ദേഹം വലിയൊരു പണ്ഡിതനായിരുന്നു. ഊറിലെ സർവകലാശാലയിലൊക്കെ പഠിച്ച മനുഷ്യൻ. നിരവധി ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുള്ള ഒരു ഗ്രന്ഥാലയം, ഒരു ലൈബ്രറി ഉണ്ടായിരുന്ന ഒരു നഗരത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ. തീർച്ചയായിട്ടും വായിക്കുകയും പഠിക്കുകയും ചെയ്ത വിവിധ ശാസ്ത്ര, ഭാഷ,
മേഖലകളിലൊക്കെ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. അബ്രഹാമിന് ഈ ബഹുദൈവ വിശ്വാസത്തെ കുറിച്ച് സംശയം തോന്നി. അദ്ദേഹത്തിന്റെ പിതാവ് നമുക്കറിയാം ഒരു ഐഡൽ ബിസിനസ് മാൻ ആയിരുന്നു. വിഗ്രഹങ്ങൾ വിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അബ്രഹാമിന്റെ പിതാവ്. അദ്ദേഹം ആ വിഗ്രഹ കച്ചവടം കൊണ്ട് ധാരാളം പണം സമ്പാദിച്ച ഒരു മനുഷ്യനാണ്. പിതാവില്ലാതിരുന്ന ഒരു ദിവസം തൻ്റെ പിതാവിന്റെ വിഗ്രഹ ശേഖരത്തിൽ ചെന്ന് അതിലൊരു പ്രധാന ദേവനെ എടുത്ത് തല്ലി ഉടച്ചു അബ്രഹാം. എന്നിട്ട് മറ്റു ദേവന്മാരൊന്നും പ്രതിഷേധിച്ചില്ല, ആരും കലമ്പൽ കൂട്ടിയില്ല, യാതൊരു പ്രതികരണവും അവർക്കുണ്ടായിരുന്നില്ല. അവർ കരയുകയോ ചിരിക്കുകയോ എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പൊ അബ്രഹാമിന് മനസ്സിലായി ദേവന്മാർക്കൊന്നും ജീവനില്ല എന്ന്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അവർക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കാതുകൾ കൊണ്ട് അവർക്ക് കേൾക്കുന്നില്ല, അവർ സ്പർശിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ദേവന്മാരെ എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് അബ്രഹാമിന് തോന്നിയതാണ് ജീവനുള്ള ഒരു ദൈവത്തെ തേടിയുള്ള അബ്രഹാമിന്റെ പുറപ്പാടിന്റെ ആരംഭം. അങ്ങനെ യഹോവയായ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ അബ്രഹാം കണ്ടുമുട്ടുന്നു. തുടർന്നുള്ള ചരിത്രം നമുക്കറിയാം. വിശ്വാസികളുടെ പിതാവായി തീർന്ന അബ്രഹാമിന്റെ കഥ നമുക്കറിയാം. ആ കാലഘട്ടം മുതൽ പിന്നീട് വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യഹോവയായ ദൈവത്തെക്കുറിച്ചുള്ള ദൈവജനത്തിന്റെ, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും യോസഫിന്റെയും കാലഘട്ടം. അവസാനം ജോസഫ് പറയുന്നുണ്ട്, ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എൻ്റെ ഈ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി, 50-ാം അധ്യായത്തിന്റെ അവസാന ഖണ്ഡികയിൽ പറയുന്ന കാര്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ. എന്നെ കൊണ്ടുപോയി എനിക്ക് നമ്മുടെ മണ്ണിൽ വിശ്രമിക്കണം, അവിടെ കൊണ്ടുപോയി എന്നെ അടക്കണം എന്ന് പറഞ്ഞ് സ്വന്തം സഹോദരന്മാരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്ന ഒരു യോസഫിനെ നമുക്ക് കാണാൻ പറ്റും. ഒരു യഹോവയായ ദൈവത്തിലുള്ള വളരെ ആഴമേറിയ ജോസഫിന്റെ വിശ്വാസമാണ് അത്തരം ഒരു പ്രതിജ്ഞ എടുപ്പിക്കുവാൻ പ്രേരിപ്പിക്കപ്പെട്ടത്. ആ യഹോവയായ ദൈവം തങ്ങളെ സന്ദർശിക്കും എന്നുള്ള, തൻ്റെ ജനത്തെ സന്ദർശിക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശയാണ് ലോകത്തിൽ മറ്റാർക്കും ഉണ്ടായിരുന്നതിനേക്കാളും ആഴത്തിലുള്ള വിശ്വാസവും ഏറെ ദീർഘമായിട്ടുള്ള നൂറ്റാണ്ടുകളെ അതിശയിക്കുന്ന, സൂപ്പർസീഡ് ചെയ്യുന്ന, കാലഘട്ടങ്ങളെ സൂപ്പർസീഡിങ് ഓൾ ദി ഏജസ്, എല്ലാ കാലഘട്ടങ്ങളെയും അതിജീവിക്കുന്ന ഒരു വലിയ പ്രത്യാശയുടെ ഉടമയായി തീരുവാൻ ജോസഫിനെ പ്രേരിപ്പിച്ചത് ആ ദൈവത്തിലുള്ള ആശ്രയമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് പിന്നീട് 430 വർഷത്തെ മിസ്രൈമ്യ പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ മക്കൾ മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ടപ്പോൾ മോശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യഹോവയായ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഇസ്രായേൽ മക്കൾ എന്നോട് നിന്റെ പേര് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? എന്താണ് മോശ അങ്ങനെ ചോദിക്കാൻ കാര്യം? മോശ ചോദിക്കുവാൻ കാര്യം, മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്നവനാണ്, രാജകുമാരനായി വളർന്നവനാണ്, മിസ്രൈമ്യ സംസ്കാരവും ആധ്യാത്മികതയും എല്ലാം പഠിച്ചു വളർന്നവനാണ്, ആയുധാഭ്യാസം എല്ലാം കഴിഞ്ഞവനാണ്. അതുകൊണ്ട് ഒരു മിസ്രൈമ്യ പശ്ചാത്തലമാണ്, ഈജിപ്ഷ്യൻ പശ്ചാത്തലമാണ് മോശയ്ക്കുണ്ടായിരുന്നത്. ആ ദേവസങ്കല്പങ്ങളാണ് മോശയ്ക്കുണ്ടായിരുന്നത്. മെസൊപ്പൊത്താമിയയിൽ അവിടെ പിതാക്കന്മാരുടെ അവിടെ വന്നതിന് ശേഷം പോലും മോശയ്ക്ക് യഹോവയായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. മരുഭൂമിയിൽ നമുക്കറിയാം, മോശയ്ക്ക് യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശയെ വിമോചനത്തിന്റെ നേതാവായി യഹോവയായ ദൈവം നിയമിക്കുവാൻ ശ്രമിക്കുമ്പോൾ മോശ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇസ്രായേൽ മക്കൾ ചോദിച്ചാൽ ഞാൻ എന്തു പറയും? നിന്റെ ദൈവത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്തു പറയും എന്ന് മോശ യഹോവയോട് ചോദിച്ചു. യഹോവയുടെ ഒരു പേര് മോശയ്ക്ക് ആവശ്യമായിരുന്നു. അന്ന് യഹോവ പറഞ്ഞ മറുപടി നമുക്കറിയാം, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഐ ആം ദാറ്റ് ഐ ആം. ഏറ്റവും പ്രസിദ്ധമായ ദൈവത്തിന്റെ നാമത്തെക്കുറിച്ചുള്ള ഏറ്റവും ഗഹനമായ ഒരു നിർവചനമാണ് ഐ ആം ദാറ്റ് ഐ ആം.
ഞാനാകുന്നവൻ ഞാനാകുന്നു, അതിനപ്പുറത്തൊന്നുമില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു, അതിനപ്പുറത്ത് നിനക്കൊന്നും ഒരു പേരന്വേഷിക്കേണ്ടതില്ല. ഐ ആം ദാറ്റ് ഐ ആം. യഹോവയായ ദൈവം മോശയെ പഠിപ്പിച്ചു കൊടുത്തു. ആ ഉത്തരം മോശയ്ക്ക് മതിയായിരുന്നു. പണ്ഡിതനായ മോശയ്ക്ക്, എല്ലാ ദർശനങ്ങളും പഠിച്ചിട്ടുള്ള മിസ്രൈമിലെ രാജകുമാരനായിരുന്ന മോശയ്ക്ക് ആ ഉത്തരം മതിയാമായിരുന്നു. ആ ഉത്തരവുമായിട്ടാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ആ ദൈവത്തിന്റെ പേരിലാണ്, ആ ദൈവത്തിന്റെ ശക്തിയിലാണ്, ആ ദൈവത്തിന്റെ നിയോഗത്തിലാണ് മോശ പിന്നീട് യാത്ര ചെയ്യുന്നു. 120 വർഷം യാത്ര ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അത് കഴിഞ്ഞ് അതേ പ്രയോഗം തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നാം എടുക്കുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്: എന്റെ നിമിത്തം ഞാൻ തന്നെ, എന്റെ നിമിത്തം ഞാൻ തന്നെ നിങ്ങളുടെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഹോവയായ ദൈവം തന്നെ യെശയ്യാവിലൂടെ പറയുകയാണ്, ഞാനാകുന്നു, ഐ ആം ദാറ്റ് ഐ ആം. അങ്ങനെ യഹോവയായ ദൈവത്തെക്കുറിച്ചുള്ള സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയായ ദൈവം അവനേക്കാളും ഉന്നതനായിട്ട് ആരുമില്ല എന്ന്. ദൈവത്തിന്റെ ഔന്നത്യത്തെ കുറിച്ച് പാടുന്ന സങ്കീർത്തനങ്ങൾ ഒത്തിരി തിരുവനന്തപുരത്ത് നമുക്ക് കാണുവാൻ പറ്റും. ദൈവത്തിന്റെ ഔന്നത്യം, അവന്റെ വളർച്ച, അവന്റെ ഉയർച്ച, അവന്റെ മഹത്വം, അവന്റെ നിസ്തുല്യത, അതെല്ലാം പാടുന്ന ഒത്തിരി സങ്കീർത്തനങ്ങൾ തിരുവചനത്തിലുണ്ട്. അതൊന്നും നമുക്കിപ്പോ നോക്കാൻ സമയമില്ല. അതുകൊണ്ട് യഹോവയായ ദൈവം എന്നുള്ള ആ ഒരു സങ്കല്പത്തിലൂടെ വന്നു. അതിനുശേഷമാണ് യേശു കർത്താവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് തോമസിനോട്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു, എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തോമസിനോടും സഹശിഷ്യന്മാരോടും തൻ്റെ ഐഡന്റിറ്റി, താൻ ആരാണ് എന്ന് യേശു കർത്താവ് ആ അന്ത്യനിമിഷങ്ങളിൽ വെളിപ്പെടുത്തുകയാണ്. ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടത്, നീ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ യേശു കർത്താവിന്റെ നേരെ ഉന്നയിച്ചപ്പോൾ പറഞ്ഞതാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നത്. അപ്പോൾ യേശു കർത്താവിൽ വെളിപ്പെട്ട യഹോവയായ ദൈവം ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ യേശു പറഞ്ഞ ആ പ്രസിദ്ധമായ വാക്കുകൾ നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അവിടെ പറയുന്നു, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുന്നില്ല എന്ന്. ഞാനാകുന്നു, ഞാൻ വഴിയാകുന്നു, ഞാൻ സത്യമാകുന്നു, ഞാൻ ജീവനാകുന്നു. യേശു കർത്താവ് പറഞ്ഞ 7 പ്രസിദ്ധമായ ഐ ആം സേയിങ് ഉണ്ട്. ഐ ആം ഞാനാകുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്ന ദൈവത്തിന്റെ ദർശനം, മോശയിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ ദർശനം, മോശയോട് പറഞ്ഞ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ദൈവത്തിന്റെ നാമം, അത് യേശു കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് പറയുകയാണ്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് യേശു ഞാനാകുന്നു, ഞാൻ ആകുന്നു, ഞാൻ വഴിയാകുന്നു, ഞാൻ സത്യമാകുന്നു, ഞാൻ ജീവനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുന്നില്ല. അതുകൊണ്ട് യേശു കർത്താവിന്റെ നാമം ഉന്നതമായ ഒരു നാമമാണ്, അതുല്യമായ ഒരു നാമമാണ്. നമുക്കറിയാം, ലോകത്തിൽ അനേക അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മത പുരോഹിതന്മാർ, നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്, ഗുരുക്കന്മാരായിട്ടുണ്ട്. ഇവരാരും പറയാത്ത വാക്കുകളാണ് യേശു കർത്താവിന്റെ നാവിൽ നിന്ന് സേവകന്മാർ പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നൊരിക്കൽ പറഞ്ഞതുപോലെ, അവൻ സംസാരിക്കുന്നത് പോലെ ആർക്കും സംസാരിക്കാൻ കഴിയില്ല. അവന്റെ പാണ്ഡിത്യം ഒന്ന് വേറെയാണ്, അവന്റെ ഭാഷയൊന്ന് വേറെയാണ്, അവന്റെ ചിന്തയൊന്ന് വേറെയാണ്. അവനെ പോലെ ആരുമില്ല, അവന് തുല്യനായ ആരുമില്ല എന്ന് നമ്മൾ പാടുന്നത് അതുകൊണ്ടാണ്. അവന് തുല്യനായ ആരുമില്ല എന്ന് അറസ്റ്റ് ചെയ്യാൻ വന്ന സേവകർ ചെന്ന് പുരോഹിതന്മാരോട് പറയുമ്പോൾ യേശു അതുല്യവാനായിരുന്നു എന്നോർക്കണം. ആ യേശുവിനെ കുറിച്ച്, ആ യേശുവിന്റെ നാമം, ആ നാമമാണ് ഏറ്റവും ശ്രേഷ്ഠമായ നാമമായി നാം കാണുന്നത്. അതുകൊണ്ട് വേറെ ഒരു മതവും ഒരു നാമത്തിൽ മാത്രം വിശ്വസിക്കുന്നില്ല. ഒരു നാമം കൊണ്ട് ഒരു മതവും അറിയപ്പെടുന്നില്ല. നാമം ഒരു ശക്തിയായി, നാമം ഒരു മാർഗമായി, നാമം ഒരു ആത്മീക
പൂർണ്ണതയായി നമുക്ക് വേറെ ഒരു മതത്തിലും കാണുവാൻ കഴിയില്ല. ഇവിടെ നാമം മാത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, ആകയാൽ മനുഷ്യരുടെ ഇടയിൽ, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇത് 1-ാം നൂറ്റാണ്ടിൽ പത്രോസ് പറഞ്ഞതാണ്. പത്രോസ് പറയുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആണ് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും യോസഫിന്റെയും കാലം. അത് ബാബിലോണിയ സംസ്കാരങ്ങളുടെ കാലത്ത്, മെസൊപ്പൊത്തേമിയൻ സംസ്കാരത്തിന്റെ കാലത്ത്, ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ കാലഘട്ടത്തിലൊക്കെയാണ് അവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അന്നൊക്കെ അനേക ദേവന്മാർക്ക് നാമം ഉണ്ടായിരുന്നു. പക്ഷെ ആ ദേവന്മാരുടെ നാമമൊന്നും ഒരു രക്ഷാമാർഗമായി അവർക്കാർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു നാമം രക്ഷാമാർഗമായി തീരുന്നത് യേശുവിലൂടെ മാത്രമാണ്. ഒരു നാമം രക്ഷാമാർഗമായി മാറുക എന്ന് പറയുന്നത് യേശുവിൽ കൂടെ മാത്രമാണ് എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും രക്ഷിക്കപ്പെടുവാൻ ഈ ഭൂമിയിലില്ല എന്ന്. പത്രോസ് 1-ാം നൂറ്റാണ്ടിൽ പറഞ്ഞപ്പോൾ അതിനു മുമ്പുള്ളതെല്ലാം തൂത്തുമാറ്റപ്പെട്ടു. അതിനുശേഷം പിന്നെ ആർക്കും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എത്രയോ അവതാര ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ മതഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്. ആർക്കും അങ്ങനെ എന്റെ നാമമാണ് രക്ഷയുടെ മാർഗമെന്ന് പറയത്തക്ക വിധത്തിൽ ഒരു അവതാര പുരുഷവും ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്റെ യേശുവിന്റെ നാമം അതുല്യമായ നാമമാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏറ്റവും ഉദാരമായ, ഏറ്റവും ഉന്നതമായ, നിസ്തുല്യമായ നാമം യേശുവിന്റെ നാമം. യേശു എന്ന ആ നാമത്തിൽ എന്തുണ്ടെന്ന് നമുക്കറിയാം. The very mission of Christ, the very mission of Christ we can see in the name of Jesus. ഈവൻ മറിയയുടെ ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത്, ഇവൻ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനുള്ളത് കൊണ്ട് മറിയയോടും പറഞ്ഞു, യോസഫിനോടും പറഞ്ഞു, അവൻ യേശു എന്ന പേരിടണം. എന്തുകൊണ്ട്? he is coming to save. അവൻ രക്ഷിക്കുവാൻ വരുന്നവനാണ്. അതുകൊണ്ട് അവൻ രക്ഷിക്കാൻ വരുന്നത് കൊണ്ട്, അവൻ രക്ഷകനായത് കൊണ്ട് അവൻ യേശു എന്ന പേരിടണം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, the very mission of Christ is in his name Jesus. യേശു എന്ന പേരിൽ ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ എല്ലാ രക്ഷയുടെ മാർഗവും നമുക്ക് തെളിഞ്ഞു കാണുവാൻ കഴിയും. The very mission, ആ ദൗത്യം, ദൈവത്തിന്റെ ആ ദൗത്യം, കർത്താവിന്റെ ആ ദൗത്യം ആ നാമത്തിൽ പൂർണ്ണമായി ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവൻ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്നും വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാനുള്ളത് കൊണ്ട് അവൻ യേശു എന്ന പേര്. അപ്പൊ സാൽവേഷൻ മീനിങ് ഈക്വൽ ടു ജീസസ്. രക്ഷ എന്ന് പറഞ്ഞാൽ യേശു എന്നാണ് അർത്ഥം എന്നർത്ഥം. യേശുവിന് നമുക്കൊരു മറ്റുള്ള പേര്, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, അവന് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നുള്ള അർത്ഥത്തിൽ ഇമ്മാനുവേൽ എന്ന്, ഗോഡ് വിത്ത് us, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥം വരുന്ന ഇമ്മാനുവേൽ എന്ന് പേരിടണം എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ഒരു പ്രവചനം വന്നിട്ടുണ്ട്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമ്പോൾ അവൻ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാനുള്ളവനായതുകൊണ്ട് അവൻ യേശു എന്ന പേര്. ഇവിടെ യെശയ്യാ പ്രവാചകനോട് പറയുന്നു, അവൻ മനുഷ്യരോടുകൂടെ വസിക്കുന്നവനായതുകൊണ്ട് അവൻ ഇമ്മാനുവേൽ എന്നുള്ള പേര്. വെളിപ്പാട് പുസ്തകം നമ്മൾ 21-ാം അധ്യായം വായിക്കുമ്പോൾ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, മനുഷ്യരുടെ ഇടയിൽ പാർക്കുന്ന ഒരു ദൈവത്തെ വെളിപ്പാട് പുസ്തകം നമുക്ക് തന്നുകൊണ്ടാണ് തിരുവചനം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് യേശു എന്നുള്ള ആ നാമത്തിൽ രക്ഷയുണ്ട്. അവൻ നമ്മുടെ സമീപസ്ഥരായി വസിക്കുന്ന ഒരു ദൈവമാണ്, നമ്മോട് കൂടെ വസിക്കുന്ന. 14-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മോട് കൂടെ വസിക്കുന്ന ഒരു നാമത്തിന്റെ ഉടയവനാണ് എൻ്റെ യേശു. ഇമ്മാനുവേൽ, നമ്മോട് കൂടെ വസിക്കുന്നവനായ യേശു, രക്ഷകനായ യേശു. അവൻ പറയുകയാണ്, I will be with you even to the end of the world.
ലോകത്തിന്റെ അവസാനത്തോളം ഇന്നും എന്നും എന്നോടും നിന്നോടും കൂടെയുള്ള ഒരു യേശു. നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഈ പറഞ്ഞ ഞാൻ ഈ അപ്പോസ്തല പ്രവർത്തകൻ 4-ാം അധ്യായത്തിലെ ആ വാക്യത്തിൽ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ, ഈ യേശു, ജീസസ് ഈസ് ദ സ്റ്റോൺ എന്ന് പറഞ്ഞല്ലോ. യേശുവിനെ കുറിച്ച് പറയുന്നത് അടുത്തെല്ലാം നമ്മൾ കാണുന്ന വ്യാകരണപരമായ ഗ്രമാറ്റിക്കലായിട്ടുള്ള ഒരു സവിശേഷതയുണ്ട്. ഒരിക്കലും യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നാം പാസ്റ്റ് ടെൻസിൽ പറയുന്നില്ല, ഈസ് പ്രസന്റ് ടെൻസിലെ പറയും. ദിസ് ജീസസ്. പത്രോസ് പറയുമ്പോൾ യേശു കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. ദാറ്റ് ജീസസ് എന്നല്ല പത്രോസ് പറഞ്ഞത്, ദിസ് ജീസസ്, ഈ യേശു, ഈ യേശു. അപ്പോൾ യേശു കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ ആ ദർശനം നമ്മൾ മനസ്സിലാക്കണം. അവൻ ഇന്ന് ജീവിക്കുന്നവനായിട്ടുള്ള യേശുവാണ്. ദിസ് ജീസസ് എന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. ഈ യേശുവിന്റെ ഒരു സവിശേഷത എന്താ? ദിസ് ജീസസ് ഈസ് അവൈലബിൾ. എപ്പോഴും അവൻ നമുക്ക് സുലഭമാണ്, നമ്മുടെ മുമ്പിലുള്ളവനാണ്. ഈ യേശു എന്ന് പറയുന്നത്, ദിസ് ജീസസ് ഈസ് ഓൾവേസ് അവൈലബിൾ ഫോർ us. നമുക്കെപ്പോഴും ലഭിക്കുന്നവനായ. ഹിന്ദുക്കൾ പറയാറുണ്ട് വെളിപ്പുറത്ത് നിൽക്കുന്ന ഒരു ദൈവമെന്ന്. നമ്മുടെ കർത്താവിനെ കുറിച്ച് അങ്ങനെ ചിലരൊക്കെ പാട്ടെഴുതിയിട്ടുണ്ട്, വെളിപ്പുറത്ത് നിൽക്കുന്ന. അങ്ങനെ ഒരു വിശേഷതയൊന്നും, വെളിപ്പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നവനല്ല എൻ്റെ യേശു. ഹി ഈസ് ഓൾവേസ് വിത്ത് us. അവൻ എപ്പോഴും നമ്മോട് കൂടെയുള്ള ഒരു കർത്താവാണ് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ആ യേശു കർത്താവിനെ കുറിച്ച്, ഈ യേശു, ദിസ് ജീസസ് എന്നുള്ള യേശു നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, അവൻ എൻ്റെ പ്രസന്റിൽ, എൻ്റെ വർത്തമാന കാലത്തിൽ എന്നോടുകൂടെ, എൻ്റെ ഈ നിമിഷങ്ങളിൽ എന്നോടുകൂടെ ജീവിക്കുന്ന യേശു, എൻ്റെ ഈ നിമിഷങ്ങളിൽ എന്നോടുകൂടെ വസിക്കുന്നവനായ യേശു, എൻ്റെ വേദനയിൽ എന്നോടുകൂടെ വസിക്കുന്നവനായ യേശു, എൻ്റെ കഷ്ടങ്ങളിൽ എന്നോടുകൂടെ വസിക്കുന്നവനായ യേശു. അവൻ വിളിച്ചിട്ട് വരുന്നവനല്ല, ഹി ഈസ് ഓൾവേസ് വിത്ത് മീ. അവൻ എപ്പോഴും എന്നോട് കൂടെയുള്ള ഒരു യേശുവാണ്. അതുകൊണ്ട് ഈ യേശു എന്ന് പറയുന്ന ഈ യേശു നമ്മുടെ രക്ഷകനാണ്. എല്ലാ മിഷനും അവനിൽ ആരംഭിക്കുകയാണ്. എല്ലാ മിഷനും അവനിൽ ആരംഭിക്കുകയാണ്. സുവിശേഷ വേലയെ കുറിച്ച് പറയുമ്പോൾ സുവിശേഷം ദൈവഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് പറയാറുണ്ട്. സുവിശേഷം ദൈവഹൃദയത്തിൽ നിന്നാണ്. അതിന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കയ്യനോട് യഹോവയായ ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന് നിന്നോടാണ് പ്രിയം, നീ അതിൽ നിന്ന് വിട്ടുമാറുന്നുവെങ്കിൽ നിനക്ക് ജീവൻ പ്രാപിക്കാൻ, രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്ന് യഹോവയായ ദൈവം നേരെ ഇറങ്ങിവന്ന് കായിനോട് പറയുന്ന ഒന്നാമത്തെ സുവിശേഷ പ്രസംഗം നാം കേൾക്കണം. കായിൻ ആ പ്രസംഗം അനുസരിച്ചില്ല, കേട്ടില്ല. അതുകൊണ്ട് കായിൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ മിഷൻ ആരംഭിക്കുന്നത് ഈ നാമത്തിൽ നിന്നാണ്, യേശു എന്ന നാമത്തിൽ നിന്നാണ്. The very mission of Christ starts from the name Jesus. ക്രിസ്തുവിന്റെ സുവിശേഷം ആരംഭിക്കുന്നത് യേശു എന്ന നാമത്തിൽ നിന്നാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് എൻ്റെ യേശു, എൻ്റെ നാമം സുവിശേഷത്തിന്റെ ആരംഭത്തിന്റെ നാമമാണ്, അല്ലെങ്കിൽ സുവിശേഷമാണ് യേശുവിന്റെ നാമം. The name of Jesus itself is mission. യേശുവിന്റെ നാമം തന്നെയാണ് സുവിശേഷം, അത് വ്യത്യസ്തമായ മറ്റൊന്നല്ല. His name itself is mission. യേശുവിന്റെ നാമം മാത്രമാണ് സുവിശേഷം. കാരണം ആ നാമത്തിൽ എന്തുണ്ട്? രക്ഷയുണ്ട്. ആ നാമത്തിൽ രക്ഷയുള്ളത് കൊണ്ട് ആ നാമം ആണ് സുവിശേഷം എന്ന് നമ്മൾ ഓർക്കണം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പ്രസിദ്ധമായിട്ടുള്ള ആ ഭാഗം, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. നമുക്കറിയാമല്ലോ, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കത്തെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിപ്പിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി
വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന്. ഇപ്പൊ മനുഷ്യ സാദൃശ്യത്തിലാകുന്ന അതിനുശേഷം പറയുന്ന അതുകൊണ്ട് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നത് കൊണ്ട് എന്താ അവിടെ പറയുന്നത്? അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. എന്നിട്ട് പറയുന്നു സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്ന അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. സർവനാമത്തിനും മേലായ നാമം യേശുവിന്റെ നാമത്തെ കുറിച്ച് പറയുന്നത്. യേശുവിന്റെ നാമം സർവനാമത്തിനും മേലായ നാമമായി മാറുന്നു. യേശുവിന്റെ നാമം രക്ഷയാണ്, അതിൽ തന്നെ രക്ഷയാണ്. യേശു ഇന്നലകളിൽ ജീവിക്കുന്നവനല്ല, ഇന്നുകളിൽ ജീവിക്കുന്നവനാണ്. അവൻ പ്രസന്റ് ടെൻസിൽ ജീവിക്കുന്നവനാണ്. എന്നോടൊപ്പം വസിക്കുന്ന ഇമ്മാനുവേലാണ് അവൻ എന്ന് മാത്രമല്ല, അവന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയും, പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലരും ഏറ്റുപറയുന്ന, സർവ ലോകവും ഏറ്റുപറയുന്ന ഒരു നാമമായി യേശുവിന്റെ നാമം മാറുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. യേശുവിന്റെ നാമം അതുകൊണ്ട് സർവനാമത്തിനും മേലായ നാമം. അത് തന്നെയല്ലയോ പത്രോസ് പറഞ്ഞത്? പത്രോസും പറഞ്ഞത് അത് തന്നെയാണ്. പത്രോസ് പറഞ്ഞു, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ അതുപോലെ ഒരു നാമമില്ല എന്ന് പത്രോസും പറഞ്ഞു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുകയാണ്, അവന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. അത്ര ശ്രേഷ്ഠമായ ഒരു നാമമായിട്ട് യേശുവിന്റെ നാമത്തെ കുറിച്ച് അവിടെ പറയുന്നു. ജീസസ് ദ സോഴ്സ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ മാർഗമാണ് യേശുവിന്റെ. ആകാശത്തിന് കീഴിൽ അത്തരം ഒരു നാമം നമുക്ക് വേറെ എവിടെയും കാണുവാൻ കഴിയുന്നില്ല. അനേക തത്വചിന്തകളൊക്കെ ദർശനങ്ങളൊക്കെ ഉണ്ട്. ദൈവ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മാർഗങ്ങൾ പല മതങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഞാനാണ് രക്ഷ എന്ന് പറയുന്ന ഒരൊറ്റ അവതാരത്തെ പോലും ഈ ഭൂമുഖത്ത് നമുക്ക് മതങ്ങളുടെ ചരിത്രം പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയില്ല. യേശു അവൻ മാത്രമാണ് രക്ഷ എന്നോർക്കണം. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന, എന്നെ പലപ്പോഴും ആവേശം കൊള്ളിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. യോഹന്നാൻ 1:12. അവിടെ എന്താ പറയുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ ഒരു പ്രയോഗമാണ് ഏറ്റവും ശ്രേഷ്ഠം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. We have been given the power. We have been given the right to become children of God. ദൈവത്തിന്റെ മക്കളായി തീരുവാൻ എങ്ങനെ? അവന്റെ നാമം കൈക്കൊണ്ടാൽ. We have been given the power to become children of God by his name. അവന്റെ നാമത്താൽ. അവിടെ പറയുന്നു 12-ാമത്തെ വാക്യം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ. അവന്റെ ഉപദേശത്തിൽ വിശ്വസിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, അവന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, അവന്റെ പേരിൽ സ്നാനം ഏൽക്കണമെന്ന കാര്യത്തിലല്ല പറഞ്ഞത്, അവന്റെ പേരിലുള്ള വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിലല്ല പറഞ്ഞു. അവന്റെ നാമത്തിൽ, ഇൻ ഹിസ് നെയിം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. ഇഫ് യു ബിലീവ് ഇൻ ദ നെയിം ഓഫ് ജീസസ് യു വിൽ ബി സേവ്ഡ്. നിന്റെ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും. രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? We have been given the power to become child of God. ദൈവത്തിന്റെ പൈതലായി തീരുവാൻ നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ അധികാരം എന്ന് പറയുന്നതിന്റെ ആ സവിശേഷത. നമുക്ക് നമ്മളിൽ തന്നെ ഒരു അധികാരം സ്വർഗം ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നിനക്ക് ആ അധികാരം നൽകപ്പെട്ടിരിക്കുകയാണ്. ഈ ലോകത്തെ ഭരിക്കാൻ ഒരു അധികാരം എനിക്ക് നൽകിയാലുള്ള അവസ്ഥ ഓർത്തു നോക്കൂ. മറ്റുള്ളവരെ ഭരിക്കുവാൻ എനിക്കൊരു അധികാരം നൽകിയാലുള്ള അവസ്ഥ ഓർത്തു നോക്കൂ. എൻ്റെ കുടുംബക്കാരെ ഭരിക്കാൻ പോലും കിട്ടുന്ന അധികാരം പോലും വലിയ അധികാരമാണ്. ചുറ്റുപാടുകളെ ഭരിക്കാൻ കിട്ടുന്ന അധികാരം വലിയ അധികാരം. നമുക്കറിയാം ഇന്ന് അധികാരം കയ്യിൽ കിട്ടുന്നവർക്കൊക്കെ എത്രയല്ല അഹന്തയാണെന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു അധികാരം നമുക്ക് നൽകുന്നത് എന്താണെന്ന് അറിയാമോ? ടു ബിക്കം ചൈൽഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പൈതലായി തീരുവാൻ
ലഭിക്കുന്ന അധികാരം, that is the greatest power ever we receive. നാം ജീവിതത്തിൽ സമ്പാദിക്കുന്ന, നേടുന്ന ഏതൊരു അധികാരത്തെക്കാളും ശ്രേഷ്ഠമായ അധികാരം അതാണ്. എന്തധികാരം? The power to become the child of God. ദൈവത്തിന്റെ പൈതലായി തീരുവാൻ ലഭിക്കുന്ന ഒരു അധികാരം. ആ അധികാരം എൻജോയ് ചെയ്യുവാൻ നമുക്ക് താല്പര്യമില്ലേ? ദൈവത്തിന്റെ പൈതലായി തീരുവാനുള്ള അധികാരം ഒന്ന് എൻജോയ് ചെയ്യുവാൻ നമുക്ക് അധികാരമൊക്കെ, ഞാനൊക്കെ അധികാര സ്വപ്നം കണ്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്. ഭൗതികമായ അധികാരം സ്വപ്നം കണ്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്. ആ അധികാരം ഒന്നും വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഒരു ഇൻ എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, ഒരു നിമിഷത്തിന്റെ അംശങ്ങളിൽ ഞാൻ എൻ്റെ ജീവിതത്തെ മറ്റൊരു അധികാരത്തെ എത്തിപ്പിടിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചു. ഞാൻ മറ്റൊരു അധികാരത്തെ പിടിച്ചെടുത്തു. ഈ ലോകത്തിന്റെ അധികാരത്തിന്റെ പിന്നാലെ പോകാതെ മറ്റൊരു അധികാരത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ചു. ആ അധികാരം എന്തായിരുന്നു? ദൈവത്തിന്റെ പൈതലായി തീരുവാനുള്ള അധികാരമായിരുന്നു. സോ ഐ എൻജോയ്ഡ് ദാറ്റ് പവർ ഇൻ മൈ ലവ്. എൻ്റെ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ ആ അധികാരം ഞാൻ ആനന്ദപൂർവ്വം ആസ്വദിച്ചു എന്നുള്ളതാണ്. എനിക്ക് ദൈവത്തിന്റെ പൈതലായി തീരുവാൻ കഴിയുന്നുള്ളത്. There is a power in the name of Jesus. യേശു കർത്താവിന്റെ നാമത്തിൽ ഒരധികാരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രഖ്യാപിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം അവകാശം പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന്. ആ നാമത്തിന്റെ ശ്രേഷ്ഠത, ഇറ്റ് ഈസ് എ പവർഫുൾ നെയിം. അധികാരമുള്ള, ശക്തിയുള്ള ഒരു നാമമാണ് എൻ്റെ യേശുവിന്റെ നാമം. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, യേശുവിന്റെ നാമം എന്ന് പറയുന്നത് വെറുതെ വിളിച്ചു പറയുന്ന ഒരു നാമമല്ല. അത് ദൈവത്താൽ നൽകപ്പെട്ട ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണ്. യേശു, യേശു അവനാരിലും ഉന്നതൻ. ഞാൻ ആ ഒരു ധ്യാനത്തിലാണ് ഞാൻ ആ പാട്ടിന്റെ ആ കോറസ് എന്ന് പറഞ്ഞത്. യേശു, യേശു അവനാരിലും വലിയവൻ, അവനാരിലും മതിയായവൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് ഹെർഷൽ ഫോർഡിന്റെ കഥ. ഹെർഷൽ ഫോർഡ് എന്ന് പറയുന്ന മിഷണറി ഒരു ബാർബർ ഷോപ്പിൽ പോയിരുന്ന കഥ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആവർത്തനമാണെങ്കിൽ ക്ഷമിക്കുക. അവിടെ ചെന്നിരുന്ന് ഈ ബാർബറിന്റെ അടുക്കൽ തൻ്റെ മുടിയെല്ലാം ഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഇരുന്ന ഈ മിഷണറി അച്ഛൻ, അദ്ദേഹം ഒരു പുരോഹിതനാണെന്ന് മനസ്സിലായപ്പോൾ ഈ ബാർബർ പുരോഹിതന്മാരെ എല്ലാം വിമർശിക്കാൻ തുടങ്ങി, ബിഷപ്പന്മാരെ എല്ലാം വിമർശിക്കാൻ തുടങ്ങി, എല്ലാ സഭകളെയും വിമർശിക്കാൻ തുടങ്ങി. ഹെർഷൽ ഫോർഡ് ഒരക്ഷരവും മറുപടി പറഞ്ഞില്ല. എല്ലാം അങ്ങനെ കേട്ടിരുന്നു, എല്ലാം കേട്ടിരുന്നു. അവസാനം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു ഈ ബാർബറോട്. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ജീസസ് ഓഫ് നാസറത്ത്? നസ്രാനായ യേശുവിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ബാർബറോട് ചോദിച്ചു. ഉത്തരം പ്രതീക്ഷിച്ച് ഹെർഷൽ ഫോർഡ് ചില നിമിഷങ്ങൾ ഇരുന്നു. ഒരു ഉത്തരം കിട്ടിയില്ല. പിന്നെയും അദ്ദേഹം ചോദിച്ചു, ടെൽ മീ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ജീസസ് ഓഫ് നാസറത്ത്? നസ്രാനായ യേശുവിനെ കുറിച്ചുള്ളതിന്റെ അഭിപ്രായം എന്താണ്, പറയൂ എന്ന് പറഞ്ഞു. വീണ്ടും ഉത്തരവൊന്നും ലഭിക്കാതെ വന്നപ്പോൾ ഹെർഷൽ ഫോർഡ് തിരിഞ്ഞു നോക്കി. ഈ ബാർബർ അവിടെ ഇല്ലേ, എന്തേ എന്ന് വിചാരിച്ച് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ കയ്യിലെ കത്രികയും കോമ്പും ഇങ്ങനെ പിടിച്ചുകൊണ്ട് വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ബാർബറെയാണ് ഈ ഹെർഷൽ ഫോർഡ് കണ്ടത്. അദ്ദേഹം ആ ബാർബറോട് വീണ്ടും ചോദിച്ചു, പറഞ്ഞു, ടെൽ മീ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ജീസസ് ഓഫ് നാസറത്ത്? ആ മനുഷ്യൻ വിദൂരതയിലേക്ക് നോക്കി നിന്നുകൊണ്ട് ശാന്തമായി ഇങ്ങനെ പറഞ്ഞു, ഓ ജീസസ് ഓഫ് നാസറത്ത്, ഹി ഈസ് സെക്കൻഡ് ടു നൺ. ഓ ജീസസ് ഓഫ് നാസറത്ത്, he is second to none. ഓ നസ്രാനായ യേശു, അവനാരിലും ഉന്നതനാണ്, അവനാർക്കും രണ്ടാമനല്ല, അവനാരിലും ഉന്നതനാണ്. ഏഴയായി ഞാൻ പാടി, യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും
മതിയായവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉന്നതനായ വലിയവനായ യേശുവിന്റെ പൈതലായി തീരുവാൻ, അവൻ നമുക്ക് സൗജന്യമായി തന്നിരിക്കുന്ന അധികാരം ഒന്ന് വിനിയോഗിക്കുവാൻ നിനക്ക് കഴിയുമോ? നമുക്ക് ആ അധികാരം യേശു നൽകിയിരിക്കുകയാണ്. നമുക്ക് അതൊന്ന് കൈകാര്യം ചെയ്യുവാൻ, ആ അധികാരം ഒന്ന് ഉപയോഗിക്കുവാൻ, അതാണ് പലർക്കും കഴിയാതെ പോകുന്ന ഒരു കാര്യം. ഇറ്റ് ഈസ് ഫ്രീലി ഗിവൺ. അത് സൗജന്യമായി നൽകപ്പെട്ട അധികാരമാണ്. എല്ലാവർക്കും വേണ്ടി നൽകപ്പെട്ട അധികാരമാണ്. ആർക്കും അതിനെ സ്വന്തമാക്കുവാൻ കഴിയും, അവകാശപ്പെടുവാൻ കഴിയും. അവകാശപ്പെടുവാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ദൈവ പൈതലായി തീരുവാൻ. വാഗ്ദത്തങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. തിരുവചനത്തിൽ ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്. തിരുവചനത്തിലെ വാക്യങ്ങളുടെ 10% വാഗ്ദത്തങ്ങളാണെന്ന് പറയുന്നത്. ആകെയുള്ള വാക്യങ്ങളിൽ 10% വാഗ്ദത്ത വാക്യങ്ങളാണ്. ഈ വാഗ്ദത്തങ്ങളെല്ലാം വേദപുസ്തകത്തിൽ നിറച്ചു വെച്ചിരിക്കുന്നുണ്ട്. വല്ല പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടാകുമോ? അൺലെസ് വി ക്ലെയിം ഇറ്റ്. നമ്മൾ അത് അവകാശം പറയുന്നില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഞാനൊരു 1,00,000 ചെക്ക് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ചെക്കും പോക്കറ്റ് വെച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപ വരത്തില്ല. ഇതാണ് ഇന്ന് പല വിശ്വാസികൾക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യം. 100 കണക്കിന് വാഗ്ദത്തങ്ങൾ ഈ വേദപുസ്തകത്തിൽ, തിരുവചനത്തിൽ യഹോവയായ ദൈവം യേശു കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ വേദപുസ്തകം പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ വാഗ്ദത്തങ്ങളൊന്നും ക്ലെയിം ചെയ്യുന്നില്ല, അവകാശം പറയുന്നില്ല. നിന്റെ ചെക്ക് ബാങ്കിൽ കൊണ്ട് പ്രസന്റ് ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് 1,00,000 രൂപ കിട്ടുകയുള്ളൂ. എങ്കിൽ മാത്രമേ ആ 1,00,000 രൂപ കൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ചെക്കും മടക്കി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ജീവിതാവസാനം വരെ ജീവിച്ചാലും നിനക്കൊരിക്കലും അത് പ്രയോജനപ്പെടുത്തില്ല. വാഗ്ദത്തങ്ങൾ അവകാശം പറയണം എന്നതുപോലെ തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്ന, സൗജന്യമായി നൽകപ്പെട്ടിരിക്കുന്ന ഈ അധികാരം നമ്മൾ എൻജോയ് ചെയ്യണം എന്നുള്ളത്. ആ അധികാരം നമ്മൾ ഉപയോഗിക്കണം. വി മസ്റ്റ് യൂസ് ദാറ്റ് പവർ. എന്തിനു വേണ്ടിയാ? ഉന്നതമായ ഒരു പദവിയിലേക്ക് നമ്മൾ ഉയർത്തുന്നതിന് വേണ്ടി. ടു ബിക്കം ദ ചൈൽഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പൈതലായി തീരുന്ന ആ ഉന്നതമായ പദവിയിലേക്കുള്ള പ്രൊമോഷൻ ലഭിക്കുന്നതിന് വേണ്ടി യു മസ്റ്റ് യൂസ് ദാറ്റ് പവർ. ആ ശക്തി നീ ഉപയോഗിക്കണം എന്നുള്ളതാണ്. യേശുവിനെ കുറിച്ച്, യേശുവിന്റെ നാമത്തെ കുറിച്ച് നമ്മൾ പിന്നെ ചിന്തിക്കുമ്പോൾ കാണാൻ, നിന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നു. ഏറ്റവും ഉന്നതമായ നാമം. അത് ആ പാട്ടിൽ ഞാൻ പാടിയല്ലോ. ഉന്നതമായ യേശു ആരിലും ഉന്നതനാം, അവൻ ആത്മസഖി എന്ന് നമ്മൾ പഴയൊരു പാട്ട് പാടും. അവന് എൻ്റെ ആത്മസഖിയാണ്. ആരിലും ഉന്നതനായ യേശു എൻ്റെ ആത്മസഖിയാണ്, സഖാവാണ് എന്ന് നമുക്ക്. ആരിലും ഉന്നതനായ, നൽകപ്പെട്ട എല്ലാ നാമങ്ങളെയും ശ്രേഷ്ഠമായ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന നാമം. ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം, എല്ലാ നാമത്തിലും മേലായ നാമം, ആരിലും ഉന്നതനായവനായ യേശുവിന്റെ നാമം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാമത്തിലൂടെ മാത്രം ഒരു ജീവന്റെ മാർഗം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒരു നാമത്തിലൂടെ മാത്രം. യേശുവിന്റെ ജനനം മുതൽ നമുക്ക് കാണാൻ കഴിയുന്ന ദൂതിലൂടെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു നാമം മാത്രമാണ്. ഇറ്റ് ഈസ് നോട്ട് എ മൂവ്മെന്റ്. ഇതൊരു പ്രസ്ഥാനമല്ല. ഇറ്റ് ഈസ് നോട്ട് എ റിലിജിയൻ. ഇതൊരു മതമല്ല. ഇതൊരു ഫെയ്ത്ത് എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ദിസ് ഈസ് ജസ്റ്റ് എ നെയിം. ഇതൊരു കേവലം ഒരു പേരാണ്. ആ പേരിൽ രക്ഷയുണ്ട്. ആ പേരിൽ ദൈവത്തിന്റെ സാമീപ്യമുണ്ട്. ആ പേര് അതുല്യമായ പേരാണ്. ആ പേര് നിന്നെ ദൈവ പൈതലാക്കി മാറ്റുന്നു. അതിന്റെ മുമ്പിൽ എന്തെല്ലാം ഉണ്ട്? നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച കണ്ടതുപോലെ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, പ്യൂരിഫിക്കേഷൻ ഉണ്ട്.
ഗ്ലോറിഫിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം ആ ഒരൊറ്റ നാമത്തിലൂടെ സംഭവിക്കുന്നതാണ്. നിന്റെ പാപങ്ങളുടെ മോചനം, നിന്റെ ശുദ്ധീകരണം, നിന്റെ ഗ്ലോറിഫിക്കേഷൻ, രണ്ടാമത്തെ വരവിൽ എന്റെ യേശുവിനോട് കൂടെ ഉയർത്തപ്പെടുന്ന അനുഭവം, ഇതെല്ലാം എനിക്കും നിനക്കും നൽകപ്പെട്ടിരിക്കുന്നത് only through the name of Jesus. യേശു എന്ന ഒറ്റ നാമത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് ആ നാമത്തെ ഒരിക്കൽ കൂടെ ഒന്ന് വാരിപ്പുണരാം. എന്റെ യേശുവേ, നീ എന്റേതാണ്, ഞാൻ നിന്നെ വാരിപ്പുണരുന്നു, എന്റെ മാറോട് ഞാൻ നിന്നെ അടുക്കി പിടിക്കുന്നു, ഞാൻ നിനക്കുള്ളവനും നീ എനിക്കുള്ളവനുമാണെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ഈ രാത്രിയിൽ നമുക്ക് സ്വന്തം രക്ഷകനായി സ്വീകരിക്കാം. ആരെങ്കിലും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ സൗജന്യമായ അധികാരം ഉപയോഗിച്ച് ഈ രാത്രി പറയുക, ഞാൻ ഈ രാത്രി മുതൽ എൻ്റെ കർത്താവിന്റെ പൈതലാണ്. I am a child of God. ഞാൻ ദൈവത്തിന്റെ ഒരു പൈതലാണ് എന്ന് അധികാരത്തോടു കൂടെ പറയുവാൻ ദൈവം നമുക്ക് ഒരു നാമം നൽകിയിരിക്കുന്നു. അവന്റെ നാമം മാത്രം വലിയത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ മറ്റെവിടേക്ക് പോകും? നിന്റെ നാമം വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകാനാണ്? നിന്റെ നാമത്തെക്കാളും ശ്രേഷ്ഠമായൊരു നാമം മറ്റെവിടെയും ഞങ്ങൾക്ക് ലഭിക്കില്ലല്ലോ. എല്ലാം മണ്ണടിഞ്ഞു പോയ നാമമാണ്, പക്ഷേ നീ ഉയർത്തെഴുന്നേറ്റ നാമമാണ്, ഇന്നും ജീവിക്കുന്ന നാമമാണ്, ഇന്നും എന്നോടൊപ്പം ഉള്ള നാമമാണ്. This Jesus, yes, this Jesus, not that Jesus in the first coming. ഒന്നാമത്തെ അവതാരത്തിൽ വന്ന ആ യേശുവല്ല, ഇനി വരാൻ പോകുന്ന യേശുവല്ല. This Jesus, ഈ നിമിഷങ്ങളിൽ എന്നോടൊപ്പം ജീവിക്കുന്ന യേശു. താവേ, നീ എൻ്റെ തൊട്ടടുത്ത്. യു ആർ ഇമ്മാനുവൽ. നീ ഇമ്മാനുവലാണ്, എന്നോടൊപ്പം വസിക്കുന്ന യേശുവാണ്. നിന്നെ ഞാൻ കൈനീട്ടി ഒന്ന് തൊടട്ടെ നാഥ. നിന്റെ വലങ്കരം എന്റെ നേരെ ഒന്ന് നീട്ടുക നാഥ. ഞാൻ അതിലൊന്ന് പിടിച്ചു നടക്കട്ടെ അപ്പ. എന്നെ നീ ശക്തീകരിക്കണമേ, എന്നെ നീ ശുദ്ധീകരിക്കണമേ, എന്നെ പ്രത്യാശയുള്ളവനാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിങ്കൽ നമുക്ക് അത്ഭുതാദരവോടുകൂടെ നിൽക്കാം. നാം ഈ മഹത്തായ നാമത്തിന്റെ അനുയായികളാണെന്നുള്ള ഓർമ്മയോടുകൂടെ നമുക്ക് ജീവിക്കാം. യേശു എന്ന നാമത്തിന്റെ മഹത്തായ നാമം പേർന്നവരാണ് നമ്മൾ. നമ്മൾ സുറിയാനികളാണെന്നും മറ്റവരാണെന്നും മറിച്ചവരാണെന്നും എന്ന് അവകാശപ്പെടേണ്ട കാര്യമില്ല. വി ആർ ചിൽഡ്രൻ ഓഫ് ജീസസ്. യേശുവിന്റെ ആരുമായിക്കൊള്ളട്ടെ, വി ആർ ചിൽഡ്രൻ ഓഫ് ജീസസ്. നമ്മൾ യേശുവിന്റെ പൈതലാണ്, മക്കളാണ്, അവകാശികൾ. മക്കളെങ്കിൽ നമ്മൾ അവകാശികളുമാണ് എന്നാണല്ലോ തിരുവചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ അവകാശത്തിലേക്ക് പ്രവേശിക്കാം. എന്നെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ആമേൻ.